ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സാഡ് ന്യൂസ് പറയാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിനകത്ത് നല്ലോണം സബ്സ്ക്രൈബും പിന്നെ ലൈക്കും കമന്റും വാച്ച് അവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് ഒരു 10 മണിയായി, രാവിലെ ഒരു 10 മണിയായപ്പോ നോക്കിയപ്പോ, ഇവിടുത്തെ അമേരിക്കൻ ടൈം 10 മണി നോക്കിയപ്പോ അതാരോ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞേക്കാണ്. എനിക്ക് നല്ല സങ്കടം വരെയായിട്ടാ പറയുമ്പോ, കാരണം ഓൾമോസ്റ്റ് 1000 സബ്സ്ക്രൈബോളം ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര വിഷമമായി. എന്നോട് ആർക്കാ ഇത്ര വൈരാഗ്യം എനിക്കറിയില്ല. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ആയിരങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാറിലിരിക്കുക. ഞാനിപ്പോ ഇന്ന് ഞാൻ ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടായി. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ മീറ്റിംഗ് ഉണ്ടായി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ഞാൻ പുറത്തിറങ്ങി വിചാരിച്ച് എന്തായാലും എന്റെ ഫാമിലിനെയും കൂടെ എന്റെ കുടുംബത്തെയും കൂടെ അറിയിക്കാം. ഇങ്ങനെ ആരായിരിക്കും എന്നോട് ശത്രുക്കൾ? ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്യാത്തൊരു മനുഷ്യത്തിയാണ്. ആരായിരിക്കും എന്നോട് ഇങ്ങനെ ശത്രുക്കളെന്ന് വിചാരിച്ച് ഞെട്ടിപ്പോയി. ഞാൻ സങ്കടം വന്നു, എനിക്ക് ശരിക്കും സങ്കടം വന്നു. കാരണം നിങ്ങൾക്കറിയാം, ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ, ഈ തിരക്കിനിടയ്ക്ക് ഒരു വീഡിയോ എടുത്ത് ഇടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് കരച്ചിൽ തന്നെ ഉണ്ട്. കാരണം അത്രയും മണിക്കൂർ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഇനിയും ഇപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. ഓക്കെ, എന്നാല് നിങ്ങളോട് ഒന്ന് പറയണല്ലോ എന്താ പറ്റി. നിങ്ങൾ ഇത്രയും ആൾക്കാര് കണ്ട വീഡിയോസ് അല്ലേ, അപ്പൊ എന്ന് പറയാന്ന് വിചാരിച്ചതുകൊണ്ട് വന്ന്. എനിക്ക് സങ്കടം വന്നിട്ടോ. അത് 1000ന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പിന്നെ ഒരുപാട് സഹിക്കാൻ പറ്റണില്ല. എന്നോട് എന്തിനേ ആൾക്കാർക്ക് ശത്രുത? ഐ ഡോണ്ട് നോ. എന്തായാലും ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്നാ ഞാൻ അടുത്ത വീഡിയോ ഇന്ന് ഇടുട്ടോ. വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും 5:30 മണിയായി വീട്ടിലെത്തിയപ്പോ. അപ്പൊ ജേജ പറഞ്ഞ് അവനക്ക് എന്തോ ആ കാറ് എന്തോ ശരിയായിട്ടില്ല, അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളതൊക്കെ വാങ്ങി തിരിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ചു എങ്ങനെ പിന്നെ 1000കണക്കിന് ആളുകൾ എന്നെ സ്നേഹിക്കാനുണ്ട്. അപ്പൊ 1-2 ആൾക്കാർ റിപ്പോർട്ട് അടിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന, എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇന്നലത്തെ ആ ഒരു വീഡിയോയുടെ കൂടെ മനസ്സിലായി. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു കേട്ടോ, തസ്നിയുടെ വീഡിയോയിൽ തന്നെ എന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ജയജയനോട് പറഞ്ഞപ്പോ അവനാണെങ്കിൽ അതിലും വലിയ സങ്കടമായി. അവൻ വലിയ പ്രതീക്ഷയോടെ മോമി വരുമ്പോ കൺഗ്രാജ് പറയണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, മോമി നമ്മുടെ ചാനൽ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാരില്ല അമ്മനു, ഞാൻ വന്നിട്ട് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടാ നമുക്ക് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ പുറത്തു പോയ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഒരു മൂഡില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ സങ്കടം വന്നേ എന്ന് പറഞ്ഞാല് എന്റെ ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ ഇല്ല. കാരണം രാവിലെ 5 മണിക്ക് ജേജ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, മോമി എന്റെ സ്കൂട്ടർ പുറത്തിരിക്കുകയായിരുന്നു. അവൻ എന്നും എടുത്ത് അകത്ത് വെക്കാറുണ്ട്. പക്ഷെ ഇന്നലെ സ്കൂട്ടർ പുറത്ത് എടുത്തു വെച്ചില്ല, മടിയായിട്ട് എടുത്തു വെച്ചില്ല. അപ്പൊ രാവിലെ എന്നിട്ടിപ്പോ സ്കൂട്ടർ നോക്കിയപ്പോ സ്കൂട്ടറിന്റെ ലൊക്കേഷൻ മാറി കിടക്കണം. ഫോണിൽ നോക്കിയപ്പോ കുറച്ച് അകലെയായിട്ട് കാണുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, മമ്മി സ്കൂട്ടർ ആരോ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാനാണെങ്കിൽ പെട്ടെന്ന് കണ്ണു തുറന്ന് സ്കൂട്ടർ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഷോക്കായി പോയി രാവിലെ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അന്നേരം ഞാൻ അവനോട് പറഞ്ഞു, എവിടെ ഒരുപാട് അകലെയാണെന്ന് വെച്ചപ്പോ പറഞ്ഞു, അകലെയല്ല മമ്മി, ഒരു കുറച്ച് ദൂരമുള്ളൂ, നമുക്ക് പോയിട്ട് എടുത്തിട്ട് പോയി നോക്കാം, കിട്ടുമെന്ന്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു. കാരണം സ്കൂട്ടർ ഇരിക്കുന്ന ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയണോണ്ട് തന്നെ അവർക്ക് അവിടെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് പിന്നെ ഒരു 8 മണിയായപ്പോ ഞാനും ജജയും കൂടെ പോയി അവിടെ അവിടുത്തെ അപ്പാർട്ട്മെന്റിന്റെ പുറത്തൊരാള് നിൽപ്പുണ്ടായി. അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു,
ആദ്യം അയാൾ പറഞ്ഞു ഇല്ല സ്കൂട്ടറിലില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഫോണിൽ കാണിച്ചു കൊടുത്തപ്പോ അയാൾ പറഞ്ഞു മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കാണാം, അലാറം അടിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ജെ പോയി സ്കൂട്ടർ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ ബാബാസ് വന്നു പറഞ്ഞു, ബാബാസ് മമ്മി ഇന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ സ്വിമ്മിങ്ങിന് പോകണ്ട്, എന്നെ ഞങ്ങളൊന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. കൊണ്ടുവിട്ടു, സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവിട്ട് തിരിച്ചു പോയപ്പോ ജയ പറഞ്ഞു ഞാൻ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് ഓഫ് ഡേ ആയിട്ട് ഓഫ് ഇല്ലാന്ന് പറയണ തിരക്കുള്ള കാര്യം പറയണേ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ഇതെല്ലാം എന്താ പറയണെന്ന്. അപ്പൊ അവനെയും കൂട്ടി ഞാൻ ഷോപ്പിങ്ങിന് പോകാന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ബാബാസ് വിളിച്ചിട്ട് പറഞ്ഞു മോമി ഞാൻ റെഡിയായി. കാരണം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു അവളെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ജയ നമുക്ക് അവളെയും കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞു. വന്നപ്പോ അവളെ ഫ്രണ്ട്സ് 3 ആളുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് അവർക്ക് വണ്ടിയില്ല, അവരെ പേരൻസ് വന്നിട്ടില്ല പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നോട് വിൻഡിയിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാബാസ് ഡ്രൈവ് ചെയ്യുന്ന ആളിട്ടോ, ഞാനല്ല ഡ്രൈവിങ്. അപ്പൊ ബാബാസ് പറഞ്ഞ ഓക്കെ ആയാന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി അവരെ 3 ആളെയും കൂട്ടി ജയജൂട്ടിനെയും കൂടിയിട്ട് പിന്നെ എവിടെയാ വിൻഡിയിൽ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. 91 ഡിഗ്രിയാണ് ഇന്ന്, ഭയങ്കര ചൂടാണ്. പിന്നെ ഡെയിലി ഞാൻ പരമാവധി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം എന്റെ വീഡിയോസ്, എന്റെ മക്കളുടെ എന്റെയൊക്കെ ലൈഫിനെ കുറിച്ച് ഞാൻ എല്ലാം പറയാൻ നിങ്ങളോടൊക്കെ. നല്ല ചൂട്, ഞാൻ കാർ ഓഫാക്കിട്ട് ഫാനിന്റെ ഒച്ചയും കൊണ്ട് അല്ല AC-യുടെ ഒച്ചയും കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരുപാട് പിന്നെ പറയണ്ടല്ലേ, പരമാവധി നോക്കാട്ട പിന്നെ പറയാതിരിക്കാന്. ഓക്കെ ഞാനിനി ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പൊ അവര് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഷോപ്പിങ്ങിന് പോകാന്ന് കരുതി. അപ്പൊ ജെ ആണെങ്കില് അത് വേണം ഇത് വേണം പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോ എന്തൊക്കെയാ ഷോപ്പ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇടാം ഇൻഷാല്ലാ. ഇതാണ് നമ്മുടെ വാൾമാർട്ട് സൂപ്പറും നമ്മുടെ ഷോപ്പിംഗ് മോൾ. ഓ മൈ ഗോഡ്, ജെ കാത്തെടുക്കാതെ പോയിട്ട് വാൾമാർട്ട്. നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് വന്നതാണ്. വാൾമാർട്ട് ഷോപ്പിംഗ് സെന്റർ, നമ്മുടെ ഷോപ്പിംഗ് സെന്റർ ഉണ്ട് കേട്ടോ. ജയ് വൺ ഹായ് ബേബി. ജെ ആണ് എന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളൂ. ബാബാസ് സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ട് ടയേർഡായി. അപ്പൊ ജെ മാത്രമാണ് ഷോപ്പിങ്ങിന് വന്നത്. ഞാനിനി ഷോപ്പിംഗ് മോൾ, നമ്മള് ജെ ആണ് പോണത്. അവന് എന്ത് വാങ്ങാൻ പോണതാന്ന് നമുക്ക് നോക്കാട്ടോ. അവനെന്തോ പ്ലാൻ ഉണ്ട്. 2 ദിവസമായി എന്നോട് പറയുന്നു. ഇതാണ് നമ്മുടെ ജേജൂട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച ആൾക്കാർ, അവരൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ടോ. അമേരിക്കല്ലേ, സമ്മതം ഇല്ലാതെ ആരെയും പെടുത്താൻ പാടില്ല. ഞാൻ ജേജൂട്ടൻ. വാട്ട് യു ബൈയിങ് ഹണി? യു പ്ലാനിങ് ടു ബൈ സംതിങ്? ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഷോപ്പിംഗ് മോൾ കേട്ടോ. നമ്മുടെ ഇന്ത്യയിലത്തെ പോലെയല്ല. ഇവിടെ എന്തോ നോക്കുന്നുണ്ട്. എന്തോ കാറിന്റെ പാർട്സിനടിക്കാൻ വന്നിരിക്കുന്ന എന്തോ ഉണ്ട്. ഇതാണ് നമ്മുടെ ജേജൂട്ടം വാങ്ങാൻ പോകുന്ന സാധനം. അവന് കാറിന്റെ 2-3.5 വർഷമായിട്ട് നമ്മൾ 2 കാർ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അവൻ കാറ് ഫിക്സ് ചെയ്യാൻ ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ഒരു ബാറ്ററി മേടിച്ചു. ഈ ബൈങ് 2 or 1 ബോത്ത് കാർ or 1? ഇതാണ് ബാറ്ററി മേടിച്ച് അവനാണ് കാർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം. What do you need more? അവൻ ഇന്ന് മെക്കാനിക് ആവാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. എല്ലാം വാങ്ങുന്നുണ്ട്. ചേച്ചൂട്ടാ, യു എംഗ്രി വിത്ത് മീ? നോ യാ, യു സ്മൈലി ഫേസ്. ഇതൊക്കെ അവന് കാണുന്നതൊക്കെ വാങ്ങണം. അതിന് ഞാൻ സമ്മതിക്കണില്ല. അതുകൊണ്ടാണ് മുഖം വളഞ്ഞിരിക്കുന്നത്. കാറിന് 2 ബാറ്ററി മേടിച്ചു. 2
കൊടുക്കാറുണ്ട്. ആ ബേബി air powered tools. You gotta hook up a compressor and a compressor gun. Use air powered tools and I'm gonna do all that. നമ്മുടെ മോനെ കൊണ്ട് നല്ല ഹെൽപ്പാണ്, അൽഹംദുലില്ലാ. അവന് ചിരിയും വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ജെ ജെ നോക്കണത്. നെയിം സേ വൺ മോർ ടൈം അനി. നോ നോ ക്യാൻ ഹിയർ. Lawnmower. അവന് കടയിൽ വന്ന ഡാഡിയുടെ അതേ സ്വഭാവം, എല്ലാം വാങ്ങണം. ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഗറാജിൽ കൊണ്ട് കൂട്ടി വെക്കണം. ജെ ബി കെയർഫുൾ. സേ ഹായ് എവ്രി വൺ. ഡ്രസ് എടുക്കാണ്. ഇവിടെ കണ്ടോ, നമ്മള് കടയില് 100 രൂപയ്ക്ക് ടീഷർട്ട് കൊടുക്കും. ഇവിടെ കണ്ടോ, $20 ഒരു ടീഷർട്ടിന്റെ വില. $25-18 ഇതാണ് ഇവിടുത്തെ ടീഷർട്ടിന്റെ ഒക്കെ വില. ഇവിടെ ഉണ്ടോ ആള്? ഓക്കെ, hurry up baby, we can go. Why are you recording this so much? They are short, this one. You don't want? There. Yes. That one. Too large, yeah? I like this one. That one. What size? Large? To be here? Okay. Can I get a belt? Here, this side shorts. Alright, which one to get belt? നമ്മുടെ ഷോപ്പിംഗ് ഇവിടുത്തെ കഴിഞ്ഞു. ഇനി വേറൊരു കടയിൽ പോകണം. ക്യാറ്റ് ഫുഡ്, ഡോഗ് ഫുഡ് മേടിക്കാനുണ്ട്. നമ്മുടെ ജേജയുടെ സാധനങ്ങളും എത്തിക്കൊണ്ട് പോകണം. ജേജന്റെ കൂടെ ഷോപ്പിങ്ങിനൊന്നും ഞാനൊന്നും അറിയണ്ട, അവൻ തന്നെ എല്ലാം നോക്കിക്കോളും, എടുത്തോളും. നമ്മുടെ കാറതാ അൺലോഡ് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു, അൺലോഡല്ല ലോഡ് ചെയ്യുന്നു. ഇത്ര സാധനം വാങ്ങിയുള്ളൂ കേട്ടോ. 2 ബാറ്ററി, കുറച്ച് ക്ലോത്ത്. ഇതാ നീ അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ഇവിടെ ജേജ്മോൻ ടയേർഡായി. ഇന്ന് രാവിലെ തുടങ്ങി ഓട്ടം. എനിക്ക് ഓഫ് ഡേ ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാവിലെ തുടങ്ങി ഓട്ടാണ് എനിക്ക്. പണിയോ പണി. അതാണ് നമ്മുടെ ഷോപ്പിംഗ് മാൾ. വോൾമാർട്ട് ഷോപ്പിംഗ് കണ്ട നമ്മുടെ ഇവിടെ കാർ നിർത്തിയിട്ടേക്കുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെയാണ്. അല്ലാതെ നമ്മളെ നാട്ടിലെ പോലെ കാർ പാർക്കിങ്ങിന് ലുലു മാർക്കറ്റിലൊക്കെ പോയാൽ നമ്മൾ പൈസ കൊടുക്കണ്ടേ. ഇവിടെ കാർ പാർക്കിങ്ങിനൊന്നും ടിക്കറ്റ് ഇല്ല, ഫ്രീ ആണ്. ഫുള്ള് കാർ പാർക്കിംഗ് ആണ്. 1000 പാർക്ക് ചെയ്യാൻ പറ്റും, ഒരു വിഷയമില്ല. ഇതാണ് നമ്മുടെ രാജ്യം അമേരിക്കയാ ഹന്നി. ദിസ് ഇസ് സമർ അമേരിക്കയാ.
ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇൻഷാല്ലാ ഞാൻ പിന്നെയും വരാം. എല്ലാം നിങ്ങൾക്ക് കാണാം. ഓരോന്നോരോന്നായിട്ട് ഇൻഷാല്ലാ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ജജബായി വരുന്നുണ്ട്. കുറെ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ജേജുട്ട് ഇത് നമ്മുടെ ട്രക്ക് ഫിക്സ് ചെയ്യാൻ പോണു. ഇത് 3.5 വർഷമായിട്ട് ഞങ്ങൾ തൊട്ടിട്ടില്ല. അവനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാക്കി നോക്കാറുണ്ടായി. പക്ഷെ തുറന്ന് ഇപ്പൊ ബാറ്ററി ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ജേജിയാണ് എല്ലാം. ജേജുട്ടനാണ്. അവൻ എവിടുന്ന് ഇതൊക്കെ പഠിച്ചെന്നൊന്നും എനിക്കറിയില്ല. എല്ലാ വണ്ടികളും ഫിക്സ് ചെയ്യും. ബാറ്ററിയുടെ പ്രോബ്ലം മാത്രമല്ലായിരുന്നു കേട്ടോ. പ്രോബ്ലം ഒക്കെ അവൻ മറ്റേ കാറിന്റെ ബാറ്ററി എടുത്തിട്ട് അവൻ ഫിക്സ് ചെയ്തു. ഇപ്പൊ അവനത് പുതിയ ബാറ്ററി മേടിച്ചുകൊണ്ടു. ബാറ്ററി ഫിറ്റ് ചെയ്യണു. എല്ലാരും ഓർത്ത് ഇവന് എത്ര വയസ്സായി? 14 വയസ്സായിട്ടായത്. 14 വയസ്സായ നമ്മുടെ ബോയ് ആണ് ഇവൻ. അപ്പൊ ഇത് ഇന്ന് ഫിക്സ് ചെയ്യും. മറ്റേ കാറ് നാളെ. ഇത് ഫിക്സ് ചെയ്തതാട്ടോ ആദ്യം തന്നെ. ഇപ്പൊ ബാറ്ററി ഫിറ്റ് ചെയ്ത് ഇനി സ്റ്റാർട്ട് ചെയ്യണം കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഡൺ. Okay. Can you hold these? Thank you. മൊത്തം ഫർണിച്ചർ കഴിഞ്ഞ വർഷം ഫർണിച്ചർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാം പഴയ ഫർണിച്ചറൊക്കെ പൊളിച്ചിട്ടതാണ്. ഇത് കൊണ്ട് കളയണമെങ്കിൽ ഡംപ് ചെയ്യണ സ്ഥലത്ത് പോകണം. അതിന് മേടിച്ചിട്ട് അതാണെങ്കിൽ എനിക്ക് ട്രെയിലർ ഡ്രൈവ് ചെയ്യാനും അറിയില്ല. എനിക്ക് കാറും ട്രക്കൊക്കെ ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. ഇത് ട്രെയിലറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവൻ പറഞ്ഞു ഈ ട്രക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പോയി കളയാൻ മമ്മിന്നും പറഞ്ഞിരിക്കുകയാണ്. പോയിട്ട് ഇപ്പൊ നന്നാക്കിക്കൊണ്ടിരിക്കുക. 2-3 മണിക്കൂറായി പുറത്ത്. അത് നന്നാക്കിക്കൊണ്ടിരിക്കണം പുള്ളി. അപ്പൊ ഇപ്പൊ എന്നോട് കയറി വന്നിട്ട് പറഞ്ഞു മമ്മി അത് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തോ എടുത്തിട്ട് പോണുണ്ടോ വന്നിട്ട്. പിന്നെ അപ്പൊ അതാ അങ്ങനെ അവൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് ഇനി എന്തായാലും എന്റെ ബാക്കി സ്റ്റോറി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഒരുപാട് ഫാമിലിയിൽപ്പെട്ട ആൾക്കാര്, എന്നെ സ്നേഹിക്കുന്ന, എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്റെ ജീവിതകഥ ബാക്കിയൂടെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് ഇടാൻ നോക്കാം. പരമാവധി ഞാൻ ടൈം ഉണ്ടാക്കിയിട്ട് ഇടാൻ നോക്കാം. പിന്നെ ഒന്നാമത് ഷിഫ്റ്റ് എടുക്കണോണ്ടാണ് ഒട്ടും സമയം കിട്ടാത്ത. ഷിഫ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് പോകും. ഏതെങ്കിലും ഇപ്പൊ ഗ്യാസിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഷിഫ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഡ്രൈവിങ്ങിന് പോണതാണ് കുറച്ചുകൂടി ഈസി. നമുക്ക് എപ്പോൾ വേണേലും വീട്ടിൽ വരാം. അത് നമ്മുടെ ഓൺ ഡ്യൂട്ടി ആയതുകൊണ്ട് ഡ്രൈവിങ്ങിന് പോണതാണ് എനിക്കിഷ്ടവും. പക്ഷേ ഗ്യാസൊക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡ്യൂട്ടി ഷിഫ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഷിഫ്റ്റ് 2 ആഴ്ചയായിട്ട് ഇപ്പൊ ഷിഫ്റ്റ് എടുക്കാറാണ്. ഇടയ്ക്ക് ഡ്രൈവിങ്ങിന് പോകും. ഷിഫ്റ്റ് എടുക്കാത്ത ദിവസം 2-3 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് 5 മണിയായപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ 2 മണി വരെയായിരുന്നു ഡ്യൂട്ടി ടൈം. 2 മണി കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. 2-3 സ്റ്റാഫിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പങ്കെടുത്ത് വന്നപ്പോൾ 5 മണിയായി തിരിച്ചെത്തിയപ്പോൾ. പിന്നെ ചേച്ചേനെയും കൊണ്ട് ഷോപ്പിൽ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. എന്തായാലും പിന്നെ 1-2 ആൾക്കാർ റിപ്പോർട്ട് അടിച്ചാലും ആയിരക്കണക്കിന് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ സ്റ്റോറി പറയാൻ നോക്കാം. ബാക്കി സ്റ്റോറിയൂടെ പറഞ്ഞു തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമേരിക്കൻ ഡെയിലി ലൈഫും എല്ലാം ഇടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് ഞാൻ. എല്ലാം എൻ്റെ കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യം, ഇവിടുത്തെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ തെസ്നിയുടെ അവിടുത്തെ മക്കളുടെയും കാര്യങ്ങൾ തെസ്നി എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഞാനും നമ്മുടെ ഇവിടുത്തെ മക്കളുടെ കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവും എൻ്റെ അമേരിക്കൻ ലൈഫ്, അമേരിക്കൻ ജീവിതം.
ഒറ്റപ്പെട്ടുള്ള ജീവിതം എല്ലാം കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ മറ്റേ കമൻറ്റിൽ, ഇന്നലെ ഇട്ട കമൻറ്റിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് നിർത്തി പോകുന്നൂടെ, എന്നിട്ട് ഇവിടെ സെറ്റിലായിക്കൂടെ എന്ന്. അതെനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ഞാൻ വരാത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഉമ്മച്ചിയുടെ അടുത്തും തെസ്നിയുടെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കണമെന്ന്. പക്ഷേ ഇവിടുത്തെ മക്കളുടെ ഭാവിയും കൂടെ നോക്കണ്ടേ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായി, നീ മക്കൾക്ക് 18 വയസ്സാകുന്നവരെ എന്ത് സഹിച്ച് അമേരിക്കയിൽ തന്നെ നിൽക്കണം, നീ ഒരു കാരണവശാലും മക്കളുടെ എഡ്യൂക്കേഷനെ ബാധിക്കുന്ന ഒന്നും ചേർന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണ്. പിന്നെ അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് ഇവിടുന്ന് വിട്ട് വരാൻ മടിച്ചിട്ടൊന്നുമല്ല. അപ്പം അവർ 18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊരു തീരുമാനം എടുക്കാനാവും. അപ്പം പിന്നെ അവരുടെ കാര്യത്തിൽ ഓർത്ത് അത്ര വിഷമിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളി മരിക്കുന്നതിന് മുമ്പ് പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ ഭാവി ഒന്നും അല്ലാതെ ആക്കരുത്, അവർക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അമേരിക്കയിൽ തന്നെ നിർത്തണം, 18 വയസ്സ് കഴിഞ്ഞിട്ട് നീ ഒരു തീരുമാനം എന്ത് തീരുമാനമായാലും നീ 18 വയസ്സ് കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. പുള്ളി മരിക്കുന്ന മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ മക്കൾക്കത് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ജെ പറയും, ഡാഡീനെ വല്ലാണ്ട് മിസ് ചെയ്യണം മമ്മി, ഡാഡീനെ വല്ലാണ്ട് മിസ് ചെയ്യണം മമ്മി എന്ന് പറയും. ബാബാസ് അങ്ങനെ പറയാറില്ല, പക്ഷെ ജെ എപ്പോഴും പറയും. ഈ വണ്ടി എടുത്ത് പോകുമ്പോഴും അവന് എല്ലാ കാര്യങ്ങളും, അതുകൊണ്ടാണ് അവനിപ്പോൾ ഡാഡിയുടെ വണ്ടി ഇത്രയും റിസ്ക് എടുത്ത് നന്നാക്കി എടുക്കണത്. പിന്നെ അതുകൊണ്ടാട്ടോ, അല്ലാതെ എനിക്ക് നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ തെസ്നീനെ മക്കളെയും കളഞ്ഞിട്ട് വന്നതോ ഒന്നുമല്ല. എനിക്ക് ഈ മക്കളും തെസ്നിയും മക്കളൊന്നും ഒരു മാറ്റമില്ല. എനിക്ക് എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. എൻ്റെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെയാണ്. ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, ഞാൻ തെസ്നീനെ കളഞ്ഞിട്ട് വന്നതാണ്, തെസ്നീനോട് സ്നേഹമില്ല, തെസ്നീനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ തന്നെ നിൽക്കുന്നതെന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ഒരിക്കലും അല്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ ഉമ്മമാർക്കും അറിയാം. 3 മക്കളുണ്ടെങ്കിൽ 3 മക്കള് 3 തരത്തിലല്ല കാണുന്നത്, അതെല്ലാം ഒരുപോലെ ആയിരിക്കും. എനിക്കും ഒരുപോലെയാണ്. ഇനി അങ്ങനത്തെ ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തെസ്നിയും മക്കളും, എനിക്ക് ആ മക്കളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിസ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ അവിടെ വന്ന് നിന്നിട്ട് മക്കളെയും കൊണ്ട് വന്ന് നിന്നാലും ശരിയാവില്ല. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ ബിസിനസ്സൊക്കെ വിജയിക്കുകയാണെങ്കിൽ വന്ന് നിൽക്കാം. ഇപ്പം ഞാൻ ഓടിയങ്ങ് വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ പറയുമ്പോൾ വിഷമം തോന്നാറുണ്ട്. കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ ഞാൻ അവളെ ഇട്ടിട്ട് വന്നു, ഞാൻ അവിടെ കളഞ്ഞിട്ട് വന്നു, ഉമ്മാൻ്റെ അടുത്ത് നിന്നാലും ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസത്തേക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്. അത്ര അർജൻറ്റ് മെഡിക്കൽ ഇഷ്യൂസിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം അവൾ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായി, ഉമ്മിച്ചിക്ക് അവളോട് സ്നേഹമില്ലാതുകൊണ്ട് അത്രയും പെട്ടെന്ന് തിരിച്ചു പോയത്. ഒരിക്കലും അല്ല. എനിക്ക് തെസ്നിയും ബാബാസും ജെ എനിക്ക് ഒരേപോലെയാണ്. തെസ്നീനോടാണ് കുറച്ചുകൂടെ ഒരു സ്നേഹവും ഒരു മിസ്സിങ്ങും ഒക്കെ. കാരണം അവളുടെ അടുത്ത് ഞാൻ നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വയസ്സ് വരെ അവളെ ഞാൻ നോക്കിയ കഥയൊക്കെ ഞാൻ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളെ എത്തിങ്ങാനലാക്കിയിട്ട് പോയത്. എത്തിങ്ങാനലാക്കിയിട്ട് അവൾ 2 വർഷം എത്തിങ്ങാനിൽ നിർത്തിയുള്ളൂ. അപ്പോഴത്തേക്ക് അവളെ ഉമ്മിച്ചിൻ്റെ നാട്ടിലേക്ക് വിട്ടിട്ട് അവളെ എത്തിങ്ങാനെന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഈ കമൻറ്റ് ബോക്സിൽ കണ്ട കമൻറ്റിൻ്റെ ഇത് കൊണ്ട് പറഞ്ഞതാട്ടോ. ഞാൻ ആരും ഇതൊക്കെ ഇപ്പം ഇവരെന്തിനാ പറയണെന്ന് കരുതണ്ട. ഈ തെറ്റിദ്ധരിച്ച ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ്. തെസ്നിന് ഇഷ്ടമില്ല. ഇപ്പോഴും അവളുടെ പേപ്പർ വർക്ക് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആദ്യം എല്ലാ വിസയും എല്ലാ കാര്യങ്ങളും ശരിയായതാന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അവൾക്ക് കല്യാണം മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ച് ആ കല്യാണം നടത്തി കൊടുത്തത്. എനിക്കിതൊക്കെ ചിന്തിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. എന്നാൽ എല്ലാവരോടായിട്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്താണ്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരോടായിട്ട് പറയാണ്. കാരണം സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നോക്ക് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഷിഫ്റ്റിന് പോകണം. അതിക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. പിന്നെന്താ പറയാൻ വേണ്ടി വന്നേ, പിന്നെ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്, എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഓക്കെ, എന്നാലും വീണ്ടും കാണാട്ടോ എല്ലാവരോടും. See you later.